ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് മൂന്നാം ഘട്ട ചോദ്യം ചെയ്യൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവെടുപ്പുമായി പോലീസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് റഹീം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഇപ്പോഴത്തെ അവസ്ഥയും ഷെമിയുടെ മാനസികാവസ്ഥയും ഷെമി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന വിശേഷങ്ങളുമൊക്കെ തന്നെ പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം റഹീം പറഞ്ഞതനുസരിച്ച് ഫർസാനയുടെ വീട്ടിലേക്ക് പോകണമെന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിലുള്ളത്. പക്ഷേ ആ വീട്ടിൽ പോയാൽ ഉണ്ടാകുന്ന സാഹചര്യം, അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയം, അതൊക്കെ തന്നെയാണ് റഹീമിനെ അലട്ടുന്നത്. അഫാൻ, ഈ കൊലപാതകങ്ങളൊക്കെ തന്നെ ചെയ്തതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളുണ്ട്. സാമ്പത്തിക ബാധ്യത എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടല്ല, ആ ബാധ്യതയുടെ പേരിൽ പലരും ചൂഷണം ചെയ്തു. അത് ഏറ്റവും ഒടുവിൽ ഭീഷണിയിലേക്ക് എത്തിച്ചേർന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ഷെമി റഹീമിനോട് പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റു പലരെയും ഇതിൽ പ്രതി ചേർക്കേണ്ടി വരുമോ, ഇനി അങ്ങനെയുള്ള ഒരു ആരോപണം കൂടി ഉയർന്നു കേൾക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ചും ഷെമി ഏറ്റവും അധികം അഫാനെ പിന്തുണച്ചുകൊണ്ട് അഫാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്യില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തെ വളർത്തിക്കൊണ്ടുവരിക, നല്ല നിലയിൽ എത്തിക്കുക എന്ന് പറയുന്നത് കരുപിടിപ്പിച്ചെടുക്കാനായി ഉള്ള ബുദ്ധിമുട്ട് ഏതൊരു അച്ഛനമ്മമാർക്ക് നന്നായി അറിയാവുന്നതാണ്. പക്ഷേ നോക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ, നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ അതൊക്കെ തന്നെ തൻ്റെ മകൻ തന്നെ എല്ലാം തകർത്തു കളഞ്ഞതിൻ്റെ വിഷമത്തിലും അതൊക്കെ തകർന്നടിഞ്ഞു പോയതിൻ്റെ സങ്കടത്തിലും ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുകയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാൻ്റെ പിതാവ് അബ്ദുൾ റഹീം. ഭാര്യയെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥ. താൻ അവിടെ ചെന്നാൽ തനിക്കുണ്ടാകുന്നത് എപ്പോഴും മക്കളുടെ ഓർമ്മയായിരിക്കും. വാക്കുകളൊക്കെ ഇടറിക്കൊണ്ടാണ് റഹീം ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുന്നത് പോലും. അഫാന് നിയമം വിധിക്കുന്ന എന്ത് ശിക്ഷയായിരുന്നാലും കടുത്ത ശിക്ഷ തന്നെ അവന് ലഭിക്കണം. ഇതിനൊക്കെ കാരണം അവനാണ്. ഇനി ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഷെമി ജീവനോടെ ഉള്ളതാണ്. അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഭാര്യയെ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട് തുറന്നു കിട്ടാനുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല. ഇപ്പോൾ ഒരു ആശ്രയ കേന്ദ്രത്തിലാണ് ഭാര്യയെ താമസിപ്പിക്കുന്നത്. ഇനിയും 1 വർഷത്തോളം ചികിത്സ തുടരേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരും പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഭയമാണ്. ജോലിയൊന്നും തന്നെ ഇല്ല, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലും. ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഇവർ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു പിടിയുമില്ലാതെ, എത്തും പിടിയുമില്ലാതെ ഇരിക്കുകയാണ് അബ്ദുൾ റഹീം. തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് വീടും സ്ഥലവും വിറ്റാൽ പോലും തീർക്കാൻ കഴിയും. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് എങ്ങനെ തീർക്കുമെന്നതിൽ ഒരു നിശ്ചയവുമില്ല. കൊറോണയ്ക്ക് ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയും ഒക്കെ തന്നെ ഉണ്ടായത്. അവസാനത്തെ 2.5 മാസം വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് റഹീം പറയുന്നത്. എന്നാൽ വീടടക്കം കാറും ബൈക്കും ഒക്കെ തന്നെ അഫാൻ പണയപ്പെടുത്തിയിരിക്കുന്നു ഉമ്മയ്ക്ക് വേണ്ടി എന്നാണ് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിലും ചില വ്യക്തതകൾ, സാമ്പത്തിക ഇടപാടുകളൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവ് പറഞ്ഞതുപോലെ നാട്ടിലെത്തി വീടും സ്ഥലവും അതുപോലെ കാറും മറ്റുമൊക്കെ വിൽക്കാനുള്ള നീക്കം ഉണ്ടായാൽ അതിന് സാധിക്കാതെ വരുമ്പോൾ എങ്ങനെ മറുപടി പറയുമെന്നുള്ള ഭയവും ഒരുപക്ഷെ അഫാനെ അലട്ടിയിട്ടുണ്ടായിരിക്കും. അഫാനെ കാണാൻ ഒരു തരത്തിലും തനിക്ക് ആഗ്രഹമില്ല എന്നാണ് റഹീം പറയുന്നത്. അവനുണ്ടാക്കിയ നഷ്ടം അത് വളരെ വലുതാണ്. ഷെമിയുടെ ആരോഗ്യനിലയിലെ ആശ്വാസം മാത്രമാണ് ഇപ്പോൾ ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത്. ICUവിൽ വെച്ച് തന്നെ ഇളയ മകൻ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവളെ അറിയിച്ചിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ബാക്കിയുള്ളവരെങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതും പറഞ്ഞു. ഇതിനൊക്കെ കാരണം നിന്റെ മൂത്ത മകനാണെന്നും അവനാണ് അവരെയൊക്കെ തന്നെ കൊന്നതെന്നും തുറന്നു പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒന്നും തന്നെ അവൻ ചെയ്യില്ല എന്നാണ് ഷെമിയുടെ മറുപടിയും. ഒരു പാറ്റയെ പോലും പേടിയായിരുന്ന അവൻ എങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്ന് ഷെമി ചോദിച്ചു. ഇപ്പോഴും ഒരേ കാര്യം തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. തന്നെ ആരും ഉപദ്രവിച്ചതല്ല, കട്ടിൽ നിന്ന് വീണ് പരിക്ക് സംഭവിച്ചതാണെന്ന്. ഇതാണ് റഹീമിനോടും ഷെമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗദിയിൽ 2 ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് തനിക്ക് നാട്ടിലേക്ക് മടങ്ങാൻ പോലും സാധിച്ചത്. കയ്യിൽ 5 പൈസ പോലും ഇല്ലാതെ നാട്ടിലെത്തി. ഇവിടുത്തെ സാമ്പത്തിക ബാധ്യതകളും ഗൾഫിലെ സാമ്പത്തിക ബാധ്യതകളും ഒക്കെ തന്നെ അലട്ടുന്നു. തിരിച്ചിനി ഗൾഫിലേക്കില്ല. മക്കൾക്ക് വേണ്ടിയാണ് ജീവിതം ഒഴിഞ്ഞു വെച്ചത്. പക്ഷേ ഇന്ന് മക്കളില്ല. സൗദിയിൽ 10 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത, നാട്ടിലും 10 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത, പരമാവധി 20 ലക്ഷം, അതിനപ്പുറത്തേക്കില്ല. എന്നാൽ 60 ലക്ഷത്തിലധികം ബാധ്യത നാട്ടിലുണ്ടെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ ബാധ്യത ഉണ്ടായിരുന്നത് കാരണം നിരന്തരം അവർ വിളിച്ച് ശല്യപ്പെടുത്തുമെന്നും കാലാവധി ഉണ്ടായിട്ട് പോലും അസിസ്റ്റന്റ് മാനേജർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും വീടും പുരയിടവും അടക്കം ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പറയുന്നത്.
ഇങ്ങനെ സാമ്പത്തിക കാര്യത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു കൃത്യത്തിലേക്ക് അഫാൻ കടന്നുവെന്ന് ഷെമി അടക്കം ചൂണ്ടിക്കാണിക്കുകയുണ്ടാകും. ചിട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠന് 75,000 രൂപ ഷെമി കൊടുക്കാനുണ്ടായിരുന്നു. ഉമ്മയുമായി സാമ്പത്തികമായ ഒരു ഇടപാടും നടത്തിയിരുന്നില്ല. ഭാര്യ ഷെമിയും അഫാനും തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്നും പലിശയ്ക്ക് പണം മേടിച്ചതും ഏകദേശം 5 ലക്ഷം രൂപ വാങ്ങിയപ്പോൾ 5.5 ലക്ഷം രൂപ പലിശയായി മാത്രം തിരികെ കൊടുത്തു. പലിശ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ അവരും വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഭീഷണികളുടെ ഒരു കുമ്പാരമായി തന്നെ ഇവരുടെ ജീവിതം മാറിയപ്പോൾ 23-കാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരെയും കൊലപ്പെടുത്തി താനും മരിക്കുകയാണ് ഇതിനുള്ള പോംവഴിയെന്ന് ഒരു പക്ഷേ ചിന്തിച്ചു കാണുമെന്നാണ് പോലീസും അനുമാനിക്കുന്നത്. ഈ പലിശയ്ക്ക് നൽകിയ ബന്ധുക്കളെ കൂടി, തട്ടത്തുമലയിലെ 2 ബന്ധുക്കളെ കൂടി കൊല്ലാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അഫാൻ പോലീസിനോട് മൊഴി കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ പലിശയ്ക്ക് കൊടുത്ത ഈ ബന്ധുക്കൾ തന്നെ ആയിരിക്കും. അഫാൻ കാരണമാണ് തൻ്റെ ഉമ്മയെയും സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും ഇളയ മകനെയും ഒക്കെ തന്നെ നഷ്ടമായത്. തൻ്റെ ഭാര്യ ഇന്ന് ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നത്. അഫാനോട് വലിയ ഇഷ്ടമായിരുന്നു തൻ്റെ ഉമ്മയ്ക്ക്. അവൻ എപ്പോഴൊക്കെ ചെന്നാലും അവൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു. എൻ്റെ 2 മക്കളെയും വലിയ സ്നേഹത്തോടെയാണ് ഉമ്മ വളർത്തിയത് പോലും. ഈ സംഭവം അവൻ ഈ കൃത്യം ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പോലും അഫാനോട് സംസാരിച്ചു. ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ബാധ്യത തീർക്കാൻ വേണ്ടി വസ്തു വിറ്റാൽ മാത്രം മതിയെന്നും പറഞ്ഞിരുന്നു. അതിനുവേണ്ടി പലരെയും അവൻ കൊണ്ടുവന്നിരുന്നു. ഫർസാനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിരുന്നു. ഇളയവൻ ഫർസാനയുടെ ഒരു ചിത്രം അയച്ചു തന്നിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അത് അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാലും 10-27 വയസ്സാകട്ടെ, ഇഷ്ടമുണ്ടെങ്കിൽ ഒരു വരുമാനമായി കഴിയുമ്പോൾ വിവാഹമായി തന്നെ തങ്ങൾ നടത്തിത്തരാമെന്ന ഉറപ്പ് പോലും കൊടുത്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഫർസാനയുടെ വീട്ടിൽ എങ്ങനെ പോകുമെന്ന ആശങ്കയും റഹീം പങ്കുവെക്കുന്നുണ്ട്. എങ്ങനെ അവരെ പോയി കാണും? ഇതിനൊക്കെ കാരണം അവരുടെ പ്രതീക്ഷകളൊക്കെ തന്നെ ഇല്ലാതാക്കിയത് തൻ്റെ മകനാണ്. തെറ്റ് ചെയ്തതും അവനാണ്. അവരെങ്ങനെ പ്രതികരിക്കുമെന്ന പേടിയാണ് ഇപ്പോഴുള്ളത്. അഫ്സാനോടാകട്ടെ വലിയ സ്നേഹം. അവനെയും ക്രൂരമായി കൊലപ്പെടുത്തി 6 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുന്നു. എന്നാൽ ഈ 6 വർഷത്തിനിടയ്ക്ക് ഒരു പിതാവ് നൽകേണ്ട സ്നേഹവും കരുതലുമൊക്കെ തന്നെ അഫ്സാന് നൽകിയത് അഫാനായിരുന്നു. ഒന്നിനും ഒരു കുറവ് വരുത്തിയിരുന്നില്ല. ബൈക്കിൽ കൊണ്ടുപോയി ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ തന്നെ വാങ്ങിക്കൊടുത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് ഇത്രയും കാലം വളർത്തിയത്. എന്നാൽ അവൻ്റെ മനസ്സിൽ എന്തായിരിക്കും തോന്നിയിട്ടുള്ളത്? ഇതാണ് അബ്ദുറഹീമിൻ്റെ മനസ്സിലിപ്പോൾ ഓടുന്നത്.